ഒന്ന് ദിനവൃത്താന്തം അധ്യായം 4. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമി, ഹൂർ, ഷോബൽ. ഷോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്തിന്റെ കുലങ്ങൾ. ഏതാമിന്റെ അപ്പനിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ. ഇസ്രായേൽ, ഇഷ്മ, യിദ്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസ്സെലോൽപോനി എന്നു പേർ. പിനുവേൽ ഗെദോരിന്റെ അപ്പനും ഏസർ ഹൂശയുടെ അപ്പനുമായിരുന്നു. ഇവർ ബെത്ലഹേമിന്റെ അപ്പനായ ഹഫ്രാത്തയുടെ അതിയാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശൂറിന് ഹേല, നൈര എന്നീ 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നൈരാവിന് ഹുസാം, ഹേഫർ, തേമനി, ഹായ, ഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നൈരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, എത്നാൻ, കോസ് അനൂബിനെയും സോസ്ബേബയെയും. ഹാരൂബിന്റെ മകനായ അഹർ ഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബ്ബസ് എന്ന് പേരിട്ടു. യബ്ബസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കി നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹയുടെ സഹോദരനായ കിലൂബ് നെഹീറിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത് രാഫയെയും പാസേഹയും ഈർ നാഹാഷിന്റെ അപ്പനായ തെഹിന്നെയും ജനിപ്പിച്ചു. ഇവർ രേഖ നിവാസികളാവുന്നു. കെനസിന്റെ പുത്രന്മാർ ഉന്നിയേൽ, സെരായാവ്. ഉന്നിയേലിന്റെ പുത്രന്മാർ ഹദദ്, മെയോനോദയി, ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേ ഹരാശീമിന്റെ അപ്പനായ യോആബിനെ ജനിപ്പിച്ചു. അവർ കൗശലം പണിക്കാരായിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെനസ്. യഹലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, പേറിയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ യേദർ, മേരദ്, ഹേഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിരിയാമിനെയും ഷമ്മയെയും എസ്തമോവയുടെ അപ്പനായ യിഷ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോറിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബറിനെയും സാനൂഹയുടെ അപ്പനായ യക്കൂദിയേലിനെയും പ്രസവിച്ചു. ഇവരാവുന്നു മേരദ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിദ്യയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ. ഗർമിനായ കെയിലയുടെ അപ്പനും മയഖാത്തിനായ എസ്തമോവയും തന്നെ. ശീമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻ ഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേശയുടെ അപ്പനായ ലതയും. ബേത്ത് അശ്ബേയിൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും. യോക്കീമും കോസേബ നിവാസികളും. മോവാബിലെ അധികാരം ഉണ്ടായിരുന്ന യോവാശ്, സാരാഫ് എന്നിവരും. യാശൂബി, ലേഹമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായിമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോട് കൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ. അവന്റെ മകൻ ഷല്ലൂം. അവന്റെ മകൻ മിബ്ഷാം. അവന്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമുവേൽ. അവന്റെ മകൻ സക്കൂർ. അവന്റെ മകൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമല്ല യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസമിലും തോലാദിലും ബെതുവേലിലും ഹോർമയിലും സിക്ലാഗിലും ബേത്ത് മർക്കാബൂത്തിലും ഹസർ സൂസീമിലും ബേത്ത് ബിരിയിലും ഷൈരയീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയ്യീൻ, റിമോൻ, തോഖേൻ, ആശാൻ ഇങ്ങനെ 5 പട്ടണവും. ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംലേക്ക്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോശിബ്യാവിന്റെ മകനായ യേഹു, എല്യോവേനായി, യയക്കോബ, യശോഹായാവ്, അസായാവ്, അദിയേൽ, എസിമിയേൽ, ബെനായാവ്, ഷെമയാവിന്റെ മകനായ ശിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരിയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്ക് വശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദി രാജാവായ യെഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെ അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ ഉള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യാവ്, നെയർ, യാവ്, രഫായാവ്, ഉസിയൽ എന്നീ തലവന്മാരോടുകൂടെ സേർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്കരി ചാടിപ്പോരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു. ഇന്നുവരെ അവിടെ പാർക്കുന്നു.